ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു പ്രിൻസ് കട്ട് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അത് തയ്ക്കണത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുകയും ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് കൈ കട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. തുണി 4 മടക്കിയിട്ടിട്ട് ഇറക്കം 13 ഇഞ്ച് എടുത്തു, അത് മാർക്ക് ചെയ്തിട്ടു. 10 ഇഞ്ചാണ് വണ്ണം. ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ഇറക്കം നമുക്ക് എടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഒരു കൊച്ച് പഫ് സ്ലീവാണ് വെക്കണത്, കുറച്ച് ഞെറി. ഇനി നമുക്ക് ഈ മൂലയിൽ നിന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു, മൂലയിൽ നിന്ന് ചെരിച്ച് 4 ഇഞ്ച് മാർക്ക് ചെയ്തു, ഒരു 4 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്തു. മുകളിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. കർവ് ഇങ്ങനൊരു ഷേപ്പിൽ നാലിക്കൂടെ 3.5 4 എടുത്ത് 4 വീണ്ടും 3 പോയി. ഇനി നമുക്ക് കൈൻ്റെ തുമ്പ് വണ്ണാണ് വേണ്ടത്, 8 ഇഞ്ചാണ്, അതും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഒരു നോച്ചിട്ട് വയ്ക്കുക. അവിടെ വരെ ഞെറിയിടാനുള്ളതാണ്. തുമ്പ് വണ്ണത്തിൽ നിന്ന് കൈക്കുഴിയുടെ ഇടയ്ക്ക് കട്ട് ചെയ്തു. കൈൻ്റെ തുമ്പ് നമുക്ക് ലൈനിങ് വെച്ചാണ് മറയ്ക്കുന്നത്. ഇനി നമുക്ക് തുണി 2 മടക്കിയിട്ട് 12 ഇഞ്ച് വണ്ണത്തിൽ ഒരു 17 ഇഞ്ച് ഇറക്കത്തിലാണ് തുണി എടുത്തിട്ടുള്ളത്. കഴുത്തിറക്കം 10 ഇഞ്ച്. കഴുത്തകലം നമ്മൾ 3.5 ഇഞ്ചാണ് അടിയിലെടുക്കുന്നത്. മുകളിൽ 3 ഇഞ്ച് എടുത്തു. എന്നിട്ട് അത് ഷേപ്പ് വരച്ചു, കർവ് വരച്ചു. കഴുത്തകലം 3 ഇഞ്ച്, താഴെ വരുമ്പോൾ 3.5 ഇഞ്ചായി. 3.5 ഇഞ്ച് ഷോൾഡർ. അപ്പോൾ കൈക്കുഴി 6.5 ഇഞ്ച്. അതേ 6.5 തന്നെയാണ് ഫുൾ ഷോൾഡർ. കൈക്കുഴിയുടെ അതേ അളവ്. ഇനി 1.25 ഇഞ്ച് മൂലയിൽ നിന്ന് മാർക്ക് ചെയ്ത് കൈക്കുഴിയുടെ കർവ് വരച്ചു. ഒരു 4 ഇഞ്ച് ചെരിച്ച് വരച്ചു. തുമ്പ് അടിഭാഗം 1.5 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ട് മടക്കി വെച്ചു. ഷേപ്പിൻ്റെ വണ്ണം 9.5 ഇഞ്ചാണ്. 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു കൈക്കുഴിയിലേക്ക് ചെരിച്ച് വരയ്ക്കുക. മടക്കി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. കൈക്കുഴിയിൽ 4 ഇഞ്ച് ചെരിച്ച് വെട്ടി, കർവ് കട്ട് ചെയ്തു. 4 ഇഞ്ച് ഷോൾഡറും ചെരിച്ച് വെട്ടി, കഴുത്ത് കർവ് കട്ട് ചെയ്തു. ബാക്ക് സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രണ്ടാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇറക്കം 1 ഇഞ്ച് കൂടുതലെടുക്കണം പ്രിൻസ് കട്ടിന് ഫ്രണ്ട്. അപ്പോൾ 18 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. വണ്ണം 12 ഇഞ്ച് തന്നെ കേട്ടോ. 12 ഇഞ്ചല്ല, 13 ഇഞ്ച് എടുക്കണം, 1 ഇഞ്ച് കൂടുതൽ. 3 ഇഞ്ച് കഴുത്തകലെടുത്തു. 6.5 ഇഞ്ച് കഴുത്തിറക്കം ഫ്രണ്ടിൽ. അത് കോണ് വരച്ചുള്ള ഒരു കഴുത്താണ് നമ്മൾ വെട്ടാൻ ഉദ്ദേശിക്കുന്നത്. അത് ക്യാൻവാസിൽ മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ച് ഷോൾഡർ, 6.5 ഇഞ്ച് കൈക്കുഴി, 1 ഇഞ്ച് മൂലഭാഗം. കർവ് 1/2 ഇഞ്ച് കുഴിച്ച് 4 ഇഞ്ച് ചെരിച്ച് വരച്ചു. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗം നമുക്ക്
കോണ് പോലത്തെ ഒരു കഴുത്താണ്. അത് വരച്ചിട്ടിട്ടുള്ളൂ. അത് ക്യാൻവാസിൽ വെട്ടാം. ഇനി നമുക്ക് പ്രിൻസ് കട്ടിൻ്റെ ടെക്ക് 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ചിൽ നിന്ന് മുകളിൽ നിന്ന് 11 ഇഞ്ച് താഴെയാണ്, 10 ഇഞ്ച് താഴെയാണ് ബെസ്റ്റ് പോയിൻ്റ്. 10 ഇഞ്ച് പോയിൻ്റ് ശരിക്കും ആ 4ലേക്ക് വരച്ചു. ഇനി നമുക്ക് കൈക്കുഴിയിൽ നിന്ന് 6 ഇഞ്ച് നീങ്ങിയിട്ടാണ് പ്രിൻസ് കട്ടിൻ്റെ കർവ് വരയ്ക്കുന്നത്. അത് പത്തിക്കൂടെ ഇങ്ങനെ 11 പത്തിക്കൂടെ വരച്ചു. 1/2 ഇഞ്ച് അപ്പുറത്തും വരയുടെ ഇപ്പുറത്തും 1/2 ഇഞ്ച് വീതം കൈക്കുഴിയിൽ മാർക്ക് ചെയ്തു ടെക്കിടാൻ. ഇനി അടിയിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ സൈഡിലും 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ടെക്ക് വരച്ചു. ഇനി നമുക്ക് അടിയിലത്തെ ഷേപ്പാണ് വരയ്ക്കാനുള്ളത്. അത് നമുക്ക് ടെക്ക് അടിച്ചതിന് ശേഷം ഷേപ്പിൻ്റെ അളവ് നോക്കി കട്ട് ചെയ്യാം തിരിച്ച്. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാം. പ്രിൻസ് കട്ടിൻ്റെ കർവ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, അത് അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ടെക്കിൽ കൂടെ അടിച്ച് മറ്റേ ടെക്കിലേക്ക് അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് കഴിയാറായിട്ടോ. രണ്ട് ഭാഗം ഷോൾഡർ കുറച്ച് ചെരിച്ച് കെട്ടി. കഴുത്ത് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യും. പ്രിൻസ് കട്ടിൻ്റെ കർവ് നമ്മൾ കട്ട് ചെയ്യാതെ അടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ലൈനിങ്ങും കട്ട് ചെയ്യും.